أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الفاصل التاسع ഒമ്പതാമത്തെ ഫസ്ൽ ഫി ഖൗലിഹി തആല അല്ലാഹുവിൻ്റെ ഖൗലിലാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതിലാണ്. വഫീഹി ആരാണ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം? അല്ലാഹ് ദേഷ്യപ്പെട്ട വിഭാഗം, അതുപോലെ തന്നെ അള്ളാഹു വഴിവിലച്ചു പോയ വിഭാഗം. ഈ രണ്ട് വിഭാഗം ആരാണെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ചേർക്കണം. നേരായ മാർഗം എന്ന് പറഞ്ഞാൽ ഏതാണത്? അള്ളാഹു അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖുകൾ, അവരുടെ മാർഗമാണ്. പിന്നെ ആരുടെ മാർഗമല്ല എന്ന് പറഞ്ഞ ഗൈറുൽ മഗ്ദൂബി അലൈഹിം, ദേഷ്യപ്പെട്ടവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗമല്ല. ഇനി ഫീ ഫവായിദു, ഇനി ആരാണ് ദേഷ്യപ്പെട്ടവർ, ആരാണ് വഴിപിഴച്ചവർ? ഇതിൽ ചില ഫായിദ. അൽ ഫായിദത്തുലൂല, ഒന്നാമത്തെ ഫായിദ അൽ മഷൂറു, മഷൂറാകുന്ന പ്രസിദ്ധമായ അഭിപ്രായം അന്നൽ മഗ്ലൂബി അലൈഹിം, മഗ്ലൂബി അലൈഹിം ആരാണെന്നറിയോ? ഹുമുൽ യഹൂദ്, അവർ യഹൂദികളാണ്, ജൂതന്മാരെ പറ്റിയാണ്. അള്ളാഹു ദേഷ്യപ്പെട്ട ആളുകൾ ആരാണ്? ജൂതന്മാർ. കാരണം ലി കൗലിഹി തആല, അള്ളാഹു പറഞ്ഞ ലഅനഹുല്ലാഹു വഗളിബ അലൈഹിം, മൻ ലഅനഹുല്ലാഹു, അള്ളാഹു കോപിച്ച് അള്ളാഹു ലഅനത്ത് ചെയ്തു, വഗളിബ അലൈഹി അള്ളാഹു ദേഷ്യപ്പെടുകയും ചെയ്ത വിഭാഗം. ഇനി വല്ലാലീൻ, സൂറത്തുൽ വല്ലാലീൻ ആരാണെന്ന് അറിയാം? ഹുമുൻ നസാറ, അത് നസാറാക്കളാണ്, അതായത് ക്രിസ്ത്യാനികളാണ്. ഈ കൗലി തആല, അള്ളാഹിൻ്റെ കൗലുണ്ട് വഖദ് ളല്ലു മിൻ ഖബ്ലു, അവർ മുമ്പ് തന്നെ വഴിതെറ്റി, വളല്ലു കസീറ, അവർ അധികരിച്ച ആളുകൾ വഴിപിഴപ്പിക്കുകയും ചെയ്തു, വളല്ലു അൻ സവാഇ സബീൽ, നേരായ മാർഗത്തെ തൊട്ട് അവർ വഴിതെറ്റി. അപ്പോൾ അതാണ് അവർ. വഖീല പറയപ്പെട്ടു ഹാദാ ലഈഫൻ, പറഞ്ഞത് ബലഹീനമാണ്. കാരണം ലിഅന്ന മുൻകിരി സ്വാനി, സൃഷ്ടാവിനെ നിഷേധിക്കുന്നവരും വൽ മുശ്രിക്കീൻ, അവിശ്വാസികളും അഖ്ബസു ദീനൻ മിനൻ യഹൂദി വൻ നസാറ, നസാറാക്കളെക്കാളും യഹൂദികളെക്കാളും ഏറ്റവും മോശക്കാരാണല്ലോ. അതായത് അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന ആളുകൾ, സൃഷ്ടാവ് നിഷേധിക്കുന്ന ആര്? നിരീശ്വരവാദികൾ, അവരൊക്കെയാണല്ലോ, ഇവരെക്കാളും മോശം അവരാണല്ലോ എന്ന്. അപ്പോൾ കാനൽ ഇഖ്തിറാസ് അൻ ദീനിഹിം ഔല, അപ്പോൾ അവരുടെ ദീനത്തോട്ടല്ലേ ഇഹ്തിറാസ് ചെയ്യൽ ഏറ്റവും ബന്ധപ്പെട്ടത്? ബല്ലെന്നല്ല, ഏറ്റവും മൗല അല്ല. ഐ യുഹ്മലൽ മഗ്ലൂബി അലൈഹിം, ദേഷ്യപ്പെട്ടവരെ ചുമത്തൽ, അലാ കുല്ലി മൻ അഖ്താ ഫിൽ അഅമാലി ളാഹിറത്തി വഹുമുൽ ഫുസ്സാഖു, പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളിൽ തെറ്റുവരുത്തിയ, പിഴവ് വരുത്തിയവരുടെ മേലല്ലേ ചുമത്തേണ്ടത്? വഹുമുൽ ഫുസ്സാഖ്, അവർ ദുർനടപ്പുകാരാണല്ലോ, അവരുടെ മേലല്ലേ ചുമത്തേണ്ടത്? വയുഹ്മലുല്ലാലൂൻ, ലാലൂൻ എന്ന വഴിവിളിച്ചവരെന്നതിനെ ചുമത്തണം. അലാ കുല്ലി മൻ അഖ്താ ഫിൽ ഇഅ്തിഖാദി, വിശ്വാസത്തിൽ വഴിവെച്ചവരെയല്ലേ, അവരുടെ മേലല്ലേ ഇതിനെ ചുമത്തേണ്ടത്? കാരണം ലന്ന ലഫ്ള ആമൻ, ലഫ്ള ആമാണല്ലോ, അത് പ്രത്യേകമായിട്ട് അവരെ എണ്ണേണ്ട ആവശ്യമില്ലല്ലോ. വത്തഖീദു ഖിലാഫുൽ അസ്ലി, ഖൈദ് കൊടുക്കൽ അടിസ്ഥാനത്തിനെതിരല്ലേ. അപ്പോൾ ഇന്ന വിഭാഗമാണ് ഇന്ന വിഭാഗം എന്ന് പറയാതെ ദുർനടപ്പുകാർ എല്ലാം അള്ളാഹ് ദേഷ്യപ്പെട്ടവരും വിശ്വാസം പിഴച്ചവരെല്ലാം വഴിതെറ്റിയവരുമാണ് എന്ന് പറയലല്ലേ നല്ലത്. അതുപോലെ തന്നെ വൈഹുമൽ, സാധ്യതയുണ്ടല്ലോ അയ്യുക്കാല പറയപ്പെടൽ അൽ മഗ്ലൂബി അലൈഹിം ഹുമുൽ കുഫാറു, അള്ളാഹ് ദേഷ്യപ്പെട്ടവർ കാഫിരീങ്ങളാണെന്നും, വല്ലാലൂന ഹുമുൽ മുനാഫിഖൂന, വഴിപിഴച്ചവർ എന്ന് വെച്ചാൽ മുനാഫിക്കീങ്ങളാണ്, അതായത് മുനാഫിക്കീൻ കപടവിശ്വാസികളാണെന്നും പറയലല്ലേ ഏറ്റവും, അങ്ങനെ പറയാനും സാധ്യതയുണ്ട്. കാരണം അത് ആലിക്കത് എന്താ കാരണം? അന്നഹു താല, അള്ളാഹു താല ബദ തുടങ്ങിയല്ലോ ബിദിക്രിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, വാലൈഹിം മുഅ്മിനി വസനായ അലൈഹിം, അവരെ സനാ ചെയ്ത് കീർത്തിച്ചു. ഫി ഖംസി ആയാത്ത് മിൻ അവലിൽ ബഖറ, അവൽ ബഖറൻ്റെ ആദ്യത്തെ 5 ആയത്തിൽ അള്ളാഹു തആല മുഅ്മിനീങ്ങളെ പറ്റിയാണ് പറഞ്ഞത്, കൊണ്ട് തുടങ്ങിയത്. അലിഫ്ലാമിൻ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫി ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നൊക്കെ പറഞ്ഞ 5 ആയത്തിൽ മുഅ്മിനീങ്ങളെ സ്തുതിച്ചു, അവരെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. പിന്നെ സുമ്മാത്ബാഹു ബിദിക്രിൽ കുഫാരി, പിന്നെ കാഫിരീങ്ങളെ പറഞ്ഞുകൊണ്ട് അതിന് ശേഷം പറഞ്ഞു. അത് അള്ളാഹിൻ്റെ കൗലാണ്. വഹു കൗലു ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞിട്ട് ബഖറ 6-ാമത്തെ ആയത്തെ. പിന്നെ സുമ്മാത്ബാഹു ബിദിക്രിൽ മുനാഫിഖീൻ, പിന്നെ മുനാഫിക്കീങ്ങളെ പറഞ്ഞുകൊണ്ട് അതിന് ശേഷം പറഞ്ഞു. വഹു കൗൽ, അത് അള്ളാഹിൻ്റെ കൗൽ. ഒമിനന്നാസി മൻ യഖൂലു ആമന്നാ, സൂറത്ത് 8-ാമത്തെ ആയത്ത്. ജനങ്ങളിലുണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകൾ, അല്ലേ, അവർ വിശ്വസിച്ചിട്ടില്ല, അത് മുനാഫിക്കീങ്ങളാണ്. അപ്പോൾ കഥ ഇപ്രകാരം ഹാവുന, ഇവിടെയും ബദ അബിദിക്രിൽ മുഅ്മിനീന,
മുഅ്മിനീങ്ങളെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. അതേതാണ്? വ കൗല്, അത് അള്ളാഹിൻ്റെ കൗലാണ്. അൻഅംത അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളെ പറഞ്ഞു. സുമാത്തുബഹു, പിന്നെ തുടർത്തി പറഞ്ഞു ബിദിക്രി കുഫാരി, കുഫാറുകളെ പറഞ്ഞു. വഹു കൗലു ഗൈരിൽ മഗ്ലൂബി അലൈഹിം, അത് കുഫാരികളാണ്, അള്ളാഹ് ദേഷ്യപ്പെട്ടവർ. സുമാത്തുബഹു ബിദിക്രിൽ മുനാഫിക്കിനെ, പിന്നെ മുനാഫിക്കീങ്ങളെ പറഞ്ഞു. വഹു കൗലു, അത് അള്ളാഹിൻ്റെ കൗലാണ്. വലല്ലാലിൻ, വഴിവിഴച്ചവരുമല്ല. അപ്പോൾ വഴിവിഴച്ചവരെന്ന് വെച്ചാൽ ആരാണ്? അത് മുനാഫിക്കീങ്ങളാണ് എന്ന് പറയാം. അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ഇതിനർത്ഥം. ഇനി അൽ ഫായിദത്തു സാനിയ, രണ്ടാമത്തെ ഫായിദ എന്താ? അപ്പോൾ ഒന്നാമത്തെ ഫായിദ എന്ന് പറഞ്ഞത് ആ മഗ്ലൂബി അലൈഹി വെച്ച് യഹൂദികൾ നസാറാക്കളാണ്. നമ്മൾ അത് അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെ പല രൂപത്തിലാക്കി. ഇനി അടുത്തത് അൽ ഫായിദത്തു സാനിയ, രണ്ടാമത്തെ ഫായിദ. ലമാ ഹക്കമല്ലാഹു അലൈഹിം ബി കൗനിഹിം ളാലീന, അള്ളാഹ് വിധിച്ചു അവരുടെ മേൽ അവർ വഴിവിരിച്ചവരാണെന്ന് വിധിച്ചപ്പോൾ ഇംതന കൗനു മുഅ്മിൻ, അവർ മുഅ്മിനീങ്ങളാകൽ തടസ്സമായി. ഇല്ല അങ്ങനെയല്ലെങ്കിൽ അസമൽ ഇൻഖിലാബു ഖബറില്ലാഹി സിദ്ഖി കദിബൻ, അങ്ങനെയല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖബർ, സത്യമായ ഖബറിന് കളവാകി മറയുമല്ലോ. വദാലിക മുഹാലൻ, അത് മുഹാലല്ലേ. അപ്പോൾ മുഫ്ലിലൽ മുഹാലി മുഹാലൻ, ആ മുഹാലിലേക്ക് വീട്ടുന്നത് മുഹാലാകും. അപ്പോൾ അതുകൊണ്ട് അവർ വഴിവെച്ചു എന്നുള്ള വിധി പറഞ്ഞപ്പോൾ അവർ മുഅ്മിനീങ്ങളാവൂല. അവർ ഇനി മുഅ്മിനീങ്ങളാവൂല. അങ്ങനെ മുഅ്മിനീങ്ങളാകുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സത്യമായ ഖബറിനെ പറ്റി അത് കളവായി മാറൽ നിർബന്ധമാകും. അത് മുഹാലുമാണ് എന്ന് പറഞ്ഞത്. മുഹാലിലേക്ക് ചേർക്കുന്ന കാര്യവും മുഹാലാണ്. അവിടെ അങ്ങനെ ഒരു ഫായിദ ഉണ്ടെന്ന്. ഇനി അൽ ഫായിദത്തു സാലിസ, മൂന്നാമത്തെ ഫായിദ കൗലു, അള്ളാഹിൻ്റെ കൗല് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന കൗലുണ്ടല്ലോ. യദുല്ലു, അത് അറിയിക്കുന്നുണ്ട്. അല അന്ന അഹദ മിനൽ മലായികത്തി, മലക്കളിൽ ഒരാൾ, വലംബിയാ, അംബിയാക്കളിൽ അലൈഹിമുസ്സലാം, അവർ അംബിയാക്കളിൽപ്പെട്ടോ മലക്കുകളിൽപ്പെട്ട ഒരാളും മാഖദമാലാമലിൻ, അവർ മുന്നിടൂല ഒരമലിൻ്റെ മേൽ, യുഖാലിഫു, അത് എതിരാകും, കൗലല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന കൗലിനോട് എതിരാകുന്ന ഒരു പ്രവർത്തനവും അവർ ചെയ്യുകയില്ല. വലാ അലാ ഇഅ്തിഖാദിൻ അല്ലദീ അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വിശ്വാസത്തിൻ്റെ മേലും എതിരായത് അവർ ചെയ്യുകയില്ല, അവർ മുന്തുകയില്ല അല്ലേ. അങ്ങനത്തെ ഇത് ചെയ്യൂല. കാരണം ലൗ സദറ അൻഹു ദാലിക, അവർ തൊട്ട് അങ്ങനത്തെ കാര്യം ഉണ്ടായാൽ ലകാന ഖദ് ളല്ല അനിൽ ഹഖ് ലി ഖൗലിഹി, ലകാന ഖദ് ളല്ല അനിൽ ഹഖ്, അവർ ഹക്കിനെ തൊട്ട് വഴി വെച്ചവരാകും. അലി കൗലി തല പറഞ്ഞല്ലോ, ഫമാദ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, സത്യത്തിന് ശേഷം വഴികേടല്ലാതെ ഇല്ല. വലൗക്കാനു ളാലീൻ, അവരായിരുന്നെങ്കിൽ വഴിവെച്ചവരായിരുന്നെങ്കിൽ മാ ജാദൽ ഇഖ്തിദാഉ, അവരോട് തുടരാൻ പറയൂലല്ലോ, അവരെ തുടരൽ ജായിസല്ലല്ലോ. അപ്പോൾ വലൽ ഇഖ്താബി തരീഖത്തിഹിം, അവരുടെ മാർഗത്തിനോടോ അവരോടോ തുടരൽ അനുദിനമല്ല. വലക്കാനു ഖാരിജീനൻ കൗലിഹി, അവർ പുറപ്പെട്ടവരാകും, അള്ളാഹിൻ്റെ കൗലിനെ തൊട്ട് പുറപ്പെട്ടവരാകും. അൻഅംത അലൈഹിം എന്ന കൗലിനെ തൊട്ട് പുറപ്പെട്ടവരുമാകുമല്ലോ. അപ്പോൾ വലമ്മാക്കാന ദാലിക ബാത്തിലൻ, അപ്പോൾ ഇത് ബാത്തിലായപ്പോൾ അലിംന, നാം അറിഞ്ഞു ബിഹാദിലായത്തി, ഈ ആയത്ത് കൊണ്ട് നാം അറിഞ്ഞു ഇസ്മത്തുൽ അംബിയായി, അംബിയാക്കന്മാർ പാപസുരക്ഷിതരാണ്, വൽ മലായിക്കത്തി, മലക്കുൽ അലൈഹിമുസ്സലാം, അപ്പോൾ മലക്കുൽ അംബിയാക്കന്മാരും പാപസുരക്ഷിതരാണ് എന്ന് ഈ ആയത്ത് കൊണ്ട് അറിഞ്ഞു. ഇനി അൽ ഫായിദത്തു റാബിയ, നാലാമത്തെ ഫായിദ അൽ ഗളബു, ഗളബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഗയ്യുറുൻ, ഒരു പകർച്ചയാണ്. യഹ്സുലു ഇന്ദ ഗലയാനി ദമിൽ ഖൽബിൽ ശഹവത്തിൽ ഇന്തിഖാം, ശിക്ഷ നടപ്പാക്കാൻ, ശിക്ഷിക്കുക എന്ന ഇച്ഛക്ക് വേണ്ടി ഹൃദയത്തിലെ രക്തം തിളക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പകർച്ചക്കാണല്ലോ ദേഷ്യമെന്ന് പറയുക അല്ലേ. വാലം നീ അറിയണം, അന്ന ഹാദായിദ് അലല്ലാഹി മുഹാലൻ, ഇത് അള്ളാഹ് ദേഷ്യപ്പെടുക എന്ന് പറയൽ മുഹാലല്ലേ. അള്ളാഹുവിൻ്റെ മേലെ അത് പറയൽ അസംഭവ്യമാണ്. കാരണം ലാക്കിൻ ഹാഉന ഖായിദത്തുൻ കുല്ലി, അപ്പോൾ ഇവിടെ ഒരു കുല്ലിയായ ഒരു നിയമമുണ്ട്. എന്താണത്? വഹിയത് അന്ന ജമീൽ അറാദ് നഫ്സാനിയ, നഫ്സിൻ്റെ ഉണ്ടാകുന്ന അറലുകൾ, അതായത് ദേഷ്യപ്പെടുക, അതായത് അയിനി റഹ്മത്ത് കാരുണ്യം, ഫറഹ് സന്തോഷം, സുറൂറ് സന്തോഷം, ഓൽബ് ദേഷ്യം, ഹയാ ലജ്ജ, ഗൈറത്ത് ദേഷ്യം, മക്ർ ചതി, ഖിദാവ് വഞ്ചന, തക്കബ്ബുർ കിബർ അഹങ്കാരം, ഇസ്തിഹ്സാ പരിഹാസം, ഈ പറഞ്ഞതെല്ലാം ലഹ അവായിലു, ഇവകൾക്ക് തുടക്കം ഉണ്ടാകും, വലഹ ഗായാത്തൻ, അവർക്കൊരു അവസാനം ഉണ്ടാകും.
വമിസാലുഹു അതിൻ്റെ ഉദാഹരണം എങ്ങനെ അൽ ഗൊലബ് എന്നുള്ളത് ഫൈന അവലു അതിൻ്റെ തുടക്കം ഒലയാനു തമ്മിൽ കൽവി ഹൃദയത്തിലെ രക്തം എന്ത് ചെയ്യുക തിളച്ചു വരലാണ്. വകായത്തുഹു അതിൻ്റെ അവസാനം ഇറാദത്ത് ഈസാലി ലററി ഇലൽ മഗ്ലിബലി ദേഷ്യപ്പെട്ടവൻ്റെ മേൽ പ്രയാസത്തെ എത്തിക്കലാണ്. അപ്പോൾ ബുദ്ധിമുട്ടിനെ എത്തിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ അറ്റം. ആദ്യം ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യുക, ഹൃദയത്തിലെ രക്തം ഇങ്ങനെ എന്ത് ചെയ്യുക, മികച്ചു വരാം, തിളച്ചു വരാം. അതിൻ്റെ അവസാനം എന്തുണ്ടാകും, ആരുടെ മേലെ ദേഷ്യപ്പെട്ടത് അയാളെ ശിക്ഷിക്കുക. അപ്പോൾ പല ലഫ്ദുൽ ഗളബി ഫി ഹക്കില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹക്കിൽ ഗളബ് പറയലോ അല്ലേ. അപ്പോൾ ലഫ്ദുൽ ഗളബി ഫി ഹക്കില്ലാഹി തആല അള്ളാഹുവിൻ്റെ ഹക്കിൽ ഗളബിൻ്റെ ലഫ്ദ് ലാ യുഹ്മലു എന്ന് ചുമത്തൂല അല അവ്വലിഹി അതിൻ്റെ ആദ്യത്തിൻ്റെ മേൽ, അതായത് ലാ യുഹ്മലു അല അവ്വലിഹി ലദി ഹുവ ഒലിയാനു ദമിൽ ഖൽബി ഹൃദയത്തിലെ രക്തം തിളക്കുക എന്നതിൻ്റെ ചുമത്തൂല.